നിങ്ങൾ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണമെന്നറിയാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷഫീദ് റാവുത്തർ എന്നാണ്. ഞാൻ 24-ൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ്. നമുക്ക് ഈ ഔദ്യോഗികമായി അത്തരം കാര്യങ്ങൾ വേണമോ എന്ന് ആലോചിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളൊക്കെ TV കാണുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ചാനലായിട്ടുള്ള 24 നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടി അതല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമായി ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയപ്പെടുന്ന 24-ൻ്റെ ചീഫ് എഡിറ്റർ അദ്ദേഹം ഒരു യാത്ര ആരംഭിച്ചിരുന്നു. SKN40 അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ മാധ്യമ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ യാത്ര. അതിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായി. 2-ാം ഘട്ടം SKN40 ജ്യോതിർഗമയ എന്നുള്ള പേരിൽ 2-ാം ഘട്ട പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്നു. അപ്പം ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തിനാണ് കേരളത്തിലെ ഒരു ന്യൂസ് ചാനൽ ഈ രീതിയിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം ഇപ്പം അല്പസമയം മുമ്പ് ശിവ സാറോടൊക്കെ സംസാരിക്കുമ്പം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഒരു ന്യൂസ് ചാനൽ അങ്ങനെ ഒരു യാത്ര നടത്തി അതിനെ ഗൗരവമായി കണ്ട്, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ ജില്ലകളിലും എല്ലാ കോർണറുകളിലും ഞങ്ങളെത്തി അവിടുത്തെ ആളുകളെ കണ്ടു, പരിചയപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ, ഇവിടെയൊക്കെ പോയി ഞങ്ങൾ ആ ആളുകളെ കണ്ട് അവരുടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്രത്തോളം അത് വ്യാപനമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ഞങ്ങളൊരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് സർക്കാർ ഗൗരവമായി പരിഗണിച്ചു. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഇടപെടലും നടത്തുന്നുവെന്ന് അല്പസമയം മുൻപ് ഷിബു സാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു. കാരണം എക്സൈസ് വകുപ്പിന്, വിദ്യാഭ്യാസ വകുപ്പിന്, മറ്റു വകുപ്പുകൾക്ക്, തൊഴിൽ വകുപ്പിനടക്കം ആ റിപ്പോർട്ടിൽ ഞങ്ങൾ പരാമർശിച്ച കാര്യങ്ങൾ പങ്കുവെച്ച് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ് എന്നുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ. അതാണ് ഞങ്ങളെ 2-ാം ഘട്ട യാത്രയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടത്, ഞാൻ ഒരുപാട് നീട്ടുന്നില്ല കാരണം GS പ്രദീപ് ഏട്ടനൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ സംസാരിക്കും, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഒരുപാട് നീട്ടുന്നില്ല. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത് ഇതിൽ ആക്ഷൻസ് തുടങ്ങി. അതായത് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ചുറ്റിനും ഒപ്പമിരിക്കുന്ന ആളുകളിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും, ലഹരിക്കെണിയിൽ പെട്ടുപോയവരുണ്ടാകും. പക്ഷേ അതൊന്നുമല്ല ജീവിതത്തിൻ്റെ ലഹരി എന്നുള്ള കാര്യം കണ്ടെത്തി കുറച്ചുപേരെങ്കിലും അതിൽ നിന്ന് മാറി എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടവരാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ആ യാത്രയുടെ ഭാഗമായിരുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് വീട്ടിൽ നമ്മൾ അച്ഛനെയും അമ്മയും ഒക്കെ ഉപദ്രവിക്കുന്ന കണ്ടീഷനിൽ നിന്ന് ഈ യാത്രയ്ക്ക് ശേഷം ചേഞ്ച് ഓവറായിട്ടുള്ള ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നിങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ വീണ്ടും വരാനുള്ള ഒരു കാരണം. നമുക്കറിയാം നമ്മളോടൊപ്പം വിശിഷ്ടാതിഥികളുണ്ട്. അതിലേറ്റവും പ്രധാനം, ഞാൻ ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല, GS പ്രദീപ് അദ്ദേഹമുണ്ട് നമ്മളോടൊപ്പം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ എക്സൈസിൻ്റെ പ്രവർത്തനങ്ങൾ, വിമുക്തി അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്ന ഷിബു PL ഡെപ്യൂട്ടി കമ്മീഷണറാണ് എക്സൈസിൻ്റെ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്ക് മുഖപുര വേണ്ടാത്ത 2 പേർ, അതിലൊന്ന് ഫാദർ സാജൻ തോമസ് ആണ്, രണ്ടാമത്തേത് പ്രൊഫസർ ഡോക്ടർ ആൻഡ്രൂസ് മിൽട്ടനുമാണ്. ഈ 2 പേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് പ്രദീപേട്ടൻ തന്നെ തുടങ്ങാം. പ്രദീപേട്ടനാണ് ആദ്യം സംസാരിക്കുന്നത്. പ്രദീപേട്ടൻ ഞാൻ ഈ മൈക്ക് കൈമാറുകയാണ്. സ്നേഹപ്രഭാതത്തിൻ്റെ ആതിഥേയർ കൂടിയായ കോളേജിൻ്റെ ഡയറക്ടർ, പ്രിൻസിപ്പൽ, മുന്തിരി നിറത്തിലുള്ള കുപ്പായമണിഞ്ഞ് മുന്നിലിരിക്കുന്ന സുന്ദരന്മാരെ, ലഹരി നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് 1% പോലും അഭിപ്രായമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ലോകം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിയാണ്. ലഹരിയില്ലാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു ചരാചരത്തിൻ്റെയും പ്രവർത്തനവും ഉണ്ടാകില്ല. പക്ഷേ ലഹരി എന്താണ് എന്ന് നമ്മൾ ധരിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ തൊട്ടടുത്ത നിമിഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ലഹരി. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. പോയ വർഷത്തേക്കാൾ കൂടുതൽ പഴച്ചുവപ്പ് തൻ്റെ ശിഖരങ്ങൾക്കുണ്ടാകണം എന്ന് തേന്മാവിൻ്റെ കൂട്ടങ്ങൾ ശഠിക്കുന്നതും ആ ലഹരി അല്ലെങ്കിൽ ഉൾത്തുടിപ്പ്, റിവർബറേറ്റിംഗ് ഇൻസ്പിറേഷൻസ് കാരണം തന്നെയാണ്. വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവം ഒഴുകട്ടെ എന്ന് ചങ്ങമ്പുഴ എഴുതിയപ്പോൾ വാക്കിൻ്റെ സർഗലഹരി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ. 40, 50, 100 എന്നിങ്ങനെ പല കണക്കിന് ശതകങ്ങൾ പൂർത്തിയാക്കി
ദേശീയ പതാക ആഞ്ഞു വീശുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള ഗാലറിയുടെ നടുവിൽ നിഷ്കളങ്കനും അക്ഷോഭ്യനുമായി നിന്ന സച്ചിൻ തെണ്ടുൽക്കറിനും ഉണ്ടായിരുന്നു ലഹരി. അത് അദ്ദേഹത്തിൻ്റെ വില്ലോയിൽ നിന്ന് പായുന്ന പന്തുകൾ കാണുമ്പോഴുള്ള ലഹരിയാണ്. മനുഷ്യ ജീവിതത്തിൽ ലഹരി എന്നത് പ്രധാനം തന്നെ. പക്ഷേ ആ ലഹരിയൊന്നും ഇതാണ് എന്ന് കരുതി നമ്മുടെ സമൂഹം ഇന്ന് ഉപയോഗിക്കുന്നതല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ലഹരി വേണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. മറിച്ച് ഈ 1001 ക്യാമ്പസുകളിലേക്കുള്ള 24 ന്യൂസിൻ്റെ പ്രയാണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സത്യത്തിൽ ലഹരി എന്ന് പുതുതലമുറയോട് ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്നതാകണം. ഓരോ മനുഷ്യരുടെയും ലഹരി ഓരോ തരത്തിലാണ്. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 40 വർഷം പൂർത്തിയാക്കുകയാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന രംഗത്തിൻ്റെ 40 ഗംഭീര വർഷങ്ങളാണ്. ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് എൻ്റെ 15ാമത്തെ വയസ്സിലാണ്. പ്രീ ഡിഗ്രി 1ാം വർഷം, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിലെ +1. അത് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് പോലുള്ള അശ്വമേധമോ ക്യുസോ അത്തരം വൈജ്ഞാനിക പ്രവർത്തനങ്ങളായിരുന്നില്ല. ഒരു 15കാരന് അന്നത്തെ ആവേശത്തിൽ ചെയ്യാൻ എനിക്ക് പ്രാപ്തമായിരുന്ന, ഇന്നതൊന്നും പറ്റില്ല, അന്നത്തെ മിടുക്കിൽ നടന്നിരുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നിങ്ങളാരും കേട്ടിട്ടും ഉണ്ടാവില്ല. ദൃശ്യമാധ്യമങ്ങളൊക്കെ പ്രചാരത്തിൽ വന്നു തുടങ്ങുന്നതിനൊക്കെ മുൻപ് ആകാശവാണിയിലായിരുന്നു ആ പ്രോഗ്രാം. ശ്രീ ആർ ശ്രീകണ്ഠൻ നായരായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ അവതാരകനും സൃഷ്ടാവും. അന്ന് കോളേജിൽ പഠിക്കുന്ന കാലമാണ് ഞാൻ. അതായത് 15ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരു മാധ്യമ പരിപാടിയിലേക്ക് കടന്നു വരാൻ എനിക്ക് വഴികാട്ടിയ, അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഗുരുനാഥനാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ എന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മിക്കാതെ സംസാരിക്കുന്നതിന് പ്രസക്തിയില്ല. ആ പരിപാടി പക്ഷേ ഇപ്പോഴും ആ പരിപാടി ഓർക്കുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 10-60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ അടുത്ത് വന്ന് പറഞ്ഞു, സർ നിങ്ങളെയൊക്കെ തീരെ കുഞ്ഞിലെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ? അത് റേഡിയോയിലൂടെ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ഈ കുട്ടികളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതെന്താ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പറ്റുന്നതല്ല. അതെന്ന് പറഞ്ഞാൽ ഫാദർ, ആരെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ ആകസ്മികമായി ഒരു വിഷയം പറയും. അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, മുക്കാതെ, മൂളാതെ, പിക്കാതെ, പറിക്കാതെ, വ്യാകരണ തെറ്റോ ആവർത്തന വിരസതയോ ആംഗലേയ പദങ്ങളോ ഇല്ലാതെ വളരെ വേഗത്തിൽ വൈയക്തിക അനുഭവങ്ങളുടെ ആഴക്കങ്ങളിലേക്ക് കണ്ടു മുങ്ങി കൈക്കൊടുന്നതിൽ മുത്തുകൾ വാരി സുചേതസ്സുകളാക്കി മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയായിരുന്നു 15ാമത്തെ വയസ്സിൽ ആകാശവാണിയിൽ ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശപ്രകാരം അവതരിപ്പിച്ചിരുന്നതെന്ന് ഇന്ന് ബദനി എന്ന പേരുള്ള മനോഹരമായ ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് ഈ സുന്ദരികളോട് പറയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പ്രായത്തിൻ്റേത് മാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ പരിപാടി അന്ന് ഏകദേശം നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് ഇപ്പോൾ പ്രായമൊക്കെ ആയി വരെയല്ലേ. അപ്പം അന്ന് എനിക്ക് ലഹരി വാക്കായിരുന്നു. അതിന്നും വാക്ക് ലഹരി തന്നെയാണ്. പ്രഭാഷണം ലഹരിയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ. ഇടയ്ക്ക് ജീവിതത്തിൻ്റെ തിരക്കുകളൊക്കെ കൂടിയ ചെറുപ്പത്തിൻ്റെ ആഘോഷത്തിൽ മദ്യപാനവും എന്നിലൊരു ലഹരിയായി കടന്നു വന്നതാണ്. 2013 അവസാനമായപ്പോൾ 12 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ പെഗ് മദ്യം കഴിച്ച ഞാൻ കഴിഞ്ഞ 12 വർഷമായി മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതാനുഭവം ചില ചാനലുകളിലൂടെ ശ്രീകണ്ഠൻ നായരുടെ 1 കോടിയിലോ മറ്റോ പങ്കെടുത്തപ്പോൾ പണ്ട് പറഞ്ഞതിന് പ്രകാരം എന്നെ രാത്രിക്ക് രാത്രി ഫോൺ ചെയ്ത 1086 സ്ത്രീകളുണ്ട്. അവരുടെ ഭർത്താക്കന്മാരോട് പറയണം എന്ന്. 10-60 പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും 8 പേർ, വെറും 8 പേർ ആ ശീലത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരായി എന്നുള്ളത് എനിക്കും വ്യക്തിപരമായ ആഹ്ലാദകരമാണ്. ആ 8 കുടുംബങ്ങളുടെ സ്നേഹമാകാം ഒരുപക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം. ഞാൻ അവരോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നല്ല മദ്യപന്മാരോട് പറയുന്നത്, ഇന്നിപ്പോൾ ബാറിലാണെങ്കിൽ 2 പെഗ് കൂടുതൽ കഴിക്കണം, കഴിച്ചിട്ട് രാത്രി ഭാര്യയും മകളുമൊക്കെ ഉറങ്ങിയിട്ട് പോയാൽ മതി. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ, ഉറങ്ങിപ്പോയ മകളുടെ അരികത്തിരിക്കണം. അവർ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ നോക്കണം, മകളെ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾ കൈപിടിച്ച് ഈ കുഞ്ഞിനെ മണ്ഡപത്തിൽ കൊണ്ടുപോകണോ, നിങ്ങളുടെ ഫോട്ടോയിൽ തൊഴുതിട്ട് പോകണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എന്നല്ലാതെ നമ്മൾ എന്താ മോട്ടിവേഷൻ കൊടുക്കുക?
3 ലഹരികളാണ് എല്ലാവർക്കും പൊതുവായുള്ളത്. വാക്കിൻ്റെ ലഹരി ചിലപ്പോൾ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉണ്ടാകണമെന്നില്ലല്ലോ. പക്ഷെ പൊതുവായി എല്ലാ മനുഷ്യർക്കുമുള്ള ലഹരികൾ, മൃഗങ്ങൾക്കുമുള്ള ലഹരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാപ്പിനെസ്സാണ്, സന്തോഷമാണ്. നമുക്ക് സന്തോഷം കിട്ടുക എന്നത് തന്നെയാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് പലരും ഈ പറയുന്ന ലഹരി മരുന്നുകളും മറ്റും ഉപയോഗിക്കുന്നത്. ഹാപ്പിനെസ് ഉണ്ടാക്കും എന്നാണ്. ഏതൊക്കെയോ ചില മരുന്നുകൾക്ക് അങ്ങനെ ഹാപ്പിനെസ് ഡ്രഗ്സ് എന്നൊക്കെ പേരുണ്ടെന്നാണ് പറയുന്നത്. മറ്റൊന്ന് സ്വാഭാവികമായും അറിവാണ്. മൂന്നാമത്തേത് വിജയവും ആണ്. ഈ 3 ലഹരികൾ ആണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന തിരിച്ചറിവ് മതി സോക്കോൾഡായ അപകടങ്ങളിൽ നിന്ന് മുക്തരാകാൻ, മറ്റുള്ളവരെ മോചിപ്പിക്കാൻ. ഒരുപക്ഷെ ഈ ബദനീസ് കലാലയത്തിൻ്റെ പ്രത്യേകത ഫിസിയോതെറാപ്പി പഠിപ്പിക്കുന്നത് കൊണ്ടൊക്കെ നല്ലത് തന്നെ. പക്ഷെ എന്നെ ഞെട്ടിച്ചത് ഈ ദിവസം ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായ മറ്റൊരു ലഹരിയുണ്ട് കേട്ടോ. അത് മനുഷ്യർക്ക് മാത്രമല്ല, മുട്ടായിപ്പോയ ഒരു പൂവിനോ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിക്കോ ഉള്ള ഒരു ലഹരിയാണ്. ആ ലഹരിയുടെ പേര് സ്വാതന്ത്ര്യം എന്നാണ്. ഫ്രീഡം എന്നതിനേക്കാൾ കൂടുതൽ വലിയ ലഹരിയില്ല. ഒരു ജനസമൂഹം മുഴുവൻ, ഒരു ദേശം മുഴുവൻ ആ ലഹരിയിൽ ആനന്ദിച്ച് ആഘോഷിച്ച് സ്വയം സമർപ്പിക്കാൻ തയ്യാറായ ദിവസമാണിന്ന്, ഓഗസ്റ്റ് 8. കൃത്യമായി പറഞ്ഞാൽ 83 വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലൊരു ഓഗസ്റ്റ് 8-നാണ് ഈ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യമോഹമെന്ന ഏറ്റവും മഹത്തായ ലഹരിയെ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചുകൊണ്ട് ഡു ഓർ ഡൈ എന്ന പ്രഖ്യാപനവുമായി ക്വിറ്റ് ഇന്ത്യ എന്ന മൂവ്മെൻ്റ് ആരംഭിച്ചതിൻ്റെ 83-ാം വർഷമാണ് ഈ പ്രഭാതം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന ലഹരിയുടെ ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ പ്രഘോഷണത്തിൻ്റെ ഓർമ്മ നിമിഷത്തിലാണ്, ഏറെക്കുറെ ഈ സമയത്താണ് ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അറിവ് ലഹരിയാണ്. നമുക്ക് ഹാപ്പിനെസ് തരുന്ന എന്തും ലഹരിയാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് അറിവിലൂടെ ഹാപ്പിനെസ് ഉണ്ടാവുക എന്നതാണ്. പണ്ട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് ഈ സിന്തറ്റിക് ഡ്രഗ് അല്ലല്ലോ, ആളുകൾ കൂടുതൽ ഈ കഞ്ചാവൊക്കെ വലിച്ച്. അപ്പോൾ പ്രമുഖരായ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ആളുകൾ അടുത്തുകൂടെ വരുമ്പോൾ ഞാൻ മാറിപ്പോകാറുമുണ്ട്. എനിക്കതിൻ്റെ ഗന്ധവും അസഹ്യമാണ്. ബുദ്ധിയെ തകർക്കുന്ന എന്തോ ഒന്ന് എന്നുള്ള ഭയം കുഞ്ഞുകാലം മുതലുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും ആ സംഗതി തൊട്ടിട്ടുമില്ല. പക്ഷെ പ്രതിഭാശാലികളായ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഋത്വിക് ഘട്ടക്കിനോടോ സത്യജിത് റായോടോ ഒക്കെ താരതമ്യം ചെയ്യാവുന്ന ചില മഹാപ്രതിഭകളൊക്കെ ഇതിൻ്റെ ദുരുപയോഗം കാരണം ആകാശത്തിൽ നിന്ന് താഴേക്ക് പറവകളെപ്പോലെ പറന്ന് മരണത്തിന് കീഴടങ്ങിയതും ഒക്കെയുണ്ട്. ആ കാലഘട്ടത്തിൽ അവരൊക്കെ ലഹരിയെ അനുഭവിച്ചിരുന്നത് ഇത് കാരണം അവർക്ക് ലഭിക്കുന്ന പരിധികളില്ലാത്ത ആനന്ദം എന്ന് നിർവചിച്ചുകൊണ്ടാണ്. ഒരുപാട് മദ്യപിച്ചിട്ടും ഒരുപാട് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഉറക്കം കിട്ടാത്ത ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു കണ്ണൂരിൽ. ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയായ വ്യവസായി കൂടിയാണ്, കാശുകാരൻ തന്നെ. അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലായ്മ വല്ലാതെ തുടർന്നപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ച 0.5 ഗ്രാമുള്ള ഉറക്ക ഗുളിക കൊണ്ട് പരിഹാരം കിട്ടാതെ വന്നപ്പോൾ ഡോക്ടർമാരോട് അങ്ങോട്ട് അപേക്ഷിച്ച് അളവ് കൂട്ടി തുടങ്ങിയിട്ടും കാര്യമില്ല. അദ്ദേഹം ഒരു ദിവസം മറ്റൊരു സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കാസർഗോഡ് ജില്ലയിലെ എൻമകജെ എന്ന സ്ഥലത്തേക്ക് പോയി. എൻഡോസൾഫാൻ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ഒരു പ്രദേശമാണ് എൻമകജെ. എൻമകജയിൽ ചെന്ന അദ്ദേഹം എൻഡോസൾഫാൻ പ്രസരണം കാരണം ആരോഗ്യം നഷ്ടപ്പെട്ട രോഗബാധിതരായ, കാഴ്ചയിൽ തന്നെ വല്ലാത്ത വേദന നമ്മളിൽ ഉണ്ടാക്കുന്ന കുട്ടികളടക്കമുള്ളവരോടൊപ്പം ഒരു പകൽ മുഴുവൻ ചിലവഴിച്ചു. അദ്ദേഹം കൊണ്ടുചെന്ന ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അവർക്ക് കൈമാറുകയും അവരോടൊപ്പം കളിക്കുകയും ഒക്കെ ചെയ്ത് തിരികെ വന്നതിന് ശേഷം അടുത്ത ദിവസം എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു മരുന്നുമില്ലാതെ ഞാൻ ഉറങ്ങി എന്ന്. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ അയാൾ എൻമകജെ പോകും. ഇതിനേക്കാൾ കൂടുതൽ കിക്കുണ്ടാക്കുന്ന മറ്റൊന്നില്ലെന്നാണ് അയാൾ പറയുന്നത്. അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കുറേ കുട്ടികളുടെ മുഖത്ത് കാണുന്ന സന്തോഷം കാരണം
ആ ആനന്ദം കാരണം അതിനേക്കാൾ കൂടുതൽ സർഗാത്മകമായ മറ്റൊരു ലഹരിയില്ല എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. സ്നേഹിക്കുക എന്നതിനേക്കാൾ വലിയ ലഹരിയില്ല. അറിവ് സ്നേഹവുമായി പൊരുത്തപ്പെട്ടാണ് ഈ ലഹരിയിൽ കണ്ടെത്തുന്നത്. അറിവുണ്ടായാൽ ലഹരി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ക്വിസിൽ 1ാം സ്ഥാനം കിട്ടുന്നത് കൊണ്ടോ അശ്വമേധം നടത്തുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന അറിവല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വളരെ ഉപരിപ്ലവമായ ഒന്നാണ്. അറിവിനെക്കുറിച്ച്, അറിവിൻ്റെ ലഹരിയെക്കുറിച്ചൊക്കെ നിർവചനങ്ങൾ ലോകത്തിൽ ഒരുപാട് പേർ നടത്തിയിട്ടുണ്ടാകാം. പാവ്ലോ ഫ്രയറും തെത്സുവോക കുറയോനാഗിയും ഒക്കെ ടോട്ടോ ചാനലിലൂടെയൊക്കെ നിർവചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിശ്വത്തിലെ ഏറ്റവും സർഗാത്മകമായ വിജ്ഞാന ലഹരിയുടെ നിർവചനം നടത്തിയത് ഒരു മലയാളിയാണ്. അദ്ദേഹം എഴുതിയത്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം എന്നാണ്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ എന്ന്, അവന് ലഹരി ഉണ്ടാകുമെന്നാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ധരിച്ചിരുന്നത് അറിവിലും ഏറെ അറിഞ്ഞിടുന്നവൻ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാതെ പഠിച്ചാൽ അറിവിലും ഏറെയായി എന്നാണ് കരുതിയത്. അല്ല, അറിവിലും ഏറി അറിയുക എന്നുള്ളതാണ്. അറിവിലും ഏറെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ കോഴ്സ് 1ാം ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ A+ലൊക്കെ പാസ്സാവാം. അറിവിലും ഏറി അറിഞ്ഞാൽ ജീവിതം എന്ന വലിയ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് A+കൾ സ്വന്തമാക്കുന്ന ലഹരി ഉണ്ടാകും. ഈ വരി എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അറിവിനെ ഏറ്റവും ഉജ്ജ്വലമായി നിർവഹിച്ച മനുഷ്യൻ ആരെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ തൊട്ടടുത്ത വരികൾ പറഞ്ഞാൽ കൃത്യമാകും. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. ആരെഴുതിയത്? ഗുരുദേവൻ്റേതാണ്. ഗുരുദേവനാണ് അറിവിനെ ഏറ്റവും നന്നായി നിർവചിച്ചത്. അറിവിലും ഏറി അറിയുക. ഇത് ഈ സ്കൂളിലൊക്കെ പറയുമ്പോൾ കുട്ടികൾ ചോദിക്കും, ഈ ഏറിയും ഏറെയും തമ്മിൽ അത്ര വലിയ വ്യത്യാസമുണ്ടോ? ഏറിയും ഏറെയും തമ്മിൽ അത്ര വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വ്യത്യാസം? എളുപ്പമാണോന്നേ കുട്ടികൾക്ക് ഉത്തരം പറയാം. ഞാൻ ഈ പറയാറുള്ള ഉദാഹരണം എനിക്കൊന്ന് ഒരുപാട് യൂട്യൂബുകളിലൊക്കെ വന്ന് ക്ലീഷയോ പ്ലാഗിയാറിസം ഒക്കെയാണ്, ആവർത്തനമാണ്. എങ്കിൽ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉദാഹരണം തന്നെ പറയാം. ഗാന്ധിജി എവിടെ ജനിച്ച ഗാന്ധിജി? ഒന്നും കേൾക്കാൻ വയ്യല്ലോ, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാ ലഹരി. എന്താണ്? പോർബന്ദർ. നമ്മൾ ഡോർ ഡേ പറഞ്ഞാണല്ലോ തുടങ്ങിയത്. എന്നാ ജനിച്ചതെന്ന് ആർക്കാ പറയാൻ പറ്റുക? 1869 ജനുവരി 10 ഒക്ടോബർ 2. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ഒരു ചോദ്യമാണെന്ന് വെച്ചോളൂ. ഗാന്ധിജി എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ. 1 മാർക്ക് കിട്ടി. PSC ടെസ്റ്റിനും ചോദിക്കുന്നു, ഈ ഉത്തരം എഴുതിയാലേ 1 മാർക്ക് കിട്ടൂ. ഞാനടങ്ങുന്ന ഭൂലോക മണ്ടന്മാർ ലോകമെമ്പാടും നടത്താറുള്ള ക്വിസ് പ്രോഗ്രാമിൽ എവിടെ പോയി ചെയ്താലും, ഇപ്പോൾ ബഹറിൽ പോയി ചെയ്ത ക്വിസിലായാലും ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ ഈ ഉത്തരം പറഞ്ഞാലേ 10 പോയിന്റ് കൊടുക്കാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. ഇത് അറിവാണ്, ഇൻഫർമേഷനാണ്, ഫാക്റ്റാണ്, മാർക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് അറിവിലും ഏറെ അറിയുക ഉദാഹരണത്തിന്. അപ്പം പിന്നെ അറിവിലും ഏറെ അറിയുന്നത് എന്താ? അത് ലഹരി തരുന്നതാ. അത് ലഹരിക്ക് വേണ്ടിയുള്ള അറിവാണ്. അത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല, അത് PSC ടെസ്റ്റിനുള്ളതല്ല, അത് ക്വിസിനും ഉള്ളതല്ല. പരീക്ഷയ്ക്ക് ഗാന്ധിജി എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒക്ടോബർ 2 പോർബന്തറിന് തന്നെ എഴുതണം. എന്നാൽ നിങ്ങളുടെ കൺമുന്നിൽ വിശന്നു വലയുന്ന കുറെ മനുഷ്യരെ കാണുമ്പോൾ, ഉറങ്ങാൻ ഇടമില്ലാതെ കടത്തിണ്ണയിൽ അഭയം തേടിയെത്തുന്ന അഭയാർത്ഥികളായ നിസ്വ മനുഷ്യരെ കാണുമ്പോൾ, വിഷാദം പീള കെട്ടിയ കണ്ണുകളുമായി മുന്നിൽ ഭിക്ഷയാചിക്കാൻ കൈനീട്ടി നിൽക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയെ കാണുമ്പോൾ, ജാതിയുടെയോ മതത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒക്കെ പേരിൽ അടിച്ചകറ്റപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോൾ, അവഹേളിക്കപ്പെടുന്ന സ്ത്രീയെ കാണുമ്പോൾ, ഏതെങ്കിലും കാരണവശാൽ വേദനിക്കുന്നവരെ നിങ്ങളുടെ കൺമുന്നിൽ കാണുമ്പോൾ, അവിടെ മറ്റൊന്നുണ്ട്. അത് ഈ ഒക്ടോബർ 2 പോർബന്തറും ഒക്കെ നിങ്ങൾ പറയാൻ കാരണം, നിങ്ങൾ ഓർമ്മിച്ചിരിക്കാൻ കാരണം, നിങ്ങൾ അതൊക്കെ സൂക്ഷിക്കുന്നത് എവിടെയാ? എവിടെ? കയ്യിലോ? ബ്രെയിനിലാണ്. പക്ഷെ ഇത് ഈ പറയുന്ന നൊമ്പരപ്പെടുന്ന, നോവുന്ന, വേവുന്ന ആളുകളെ ചുറ്റും കാണുമ്പോൾ ഈ ബ്രെയിനിൻ്റെ ഡോർ അങ്ങ് അടച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ലഹരി ഉണ്ടാകും.
പകരം അവിടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ വാതിൽ തുറക്കുമ്പോൾ മറ്റൊരറിവുണ്ടാകും. പരീക്ഷയ്ക്കല്ല, ഇവരെ കാണുമ്പോൾ നിങ്ങൾ അറിയേണ്ട മനസ്സിൻ്റെ അറിവുണ്ട്. അത് ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലല്ല എന്നാണ്. ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2-നല്ലെന്നാണ്, 869-നല്ലെന്നാണ്. മറിച്ച് ഇടിയും മിന്നലും നിറഞ്ഞ് മഴ പെയ്ത ഒരു വർഷകാല രാത്രിയിൽ 1893 ജൂൺ 8 സന്ധ്യയ്ക്കാണ് ഗാന്ധിജി ജനിച്ചത് എന്നാണ്. 1893 ജൂൺ 8 മഴക്കാല രാത്രിയിൽ ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലല്ല, ഗുജറാത്തിലല്ല, ഇന്ത്യയിലുമായിരുന്നില്ലല്ലോ. മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മെരീസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയത് കൊണ്ട് കറുത്ത വർഗക്കാരനെ വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകും എൻ്റെ ശബ്ദം എന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്ന് നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരറിവുണ്ട്. അത് ഹൃദയത്തിൻ്റെ അറിവാണ്, മനസ്സിൻ്റെ അറിവാണ്, തലച്ചോറിൻ്റെ അറിവല്ല. തലച്ചോറിൻ്റെ അറിവ് നിങ്ങളെ മിടുക്കരാക്കും, പക്ഷേ അപരസ്നേഹത്തിൻ്റെ ലഹരി നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ പ്രാപ്തമായ മനസ്സുകളുടെ അറിവുകളുണ്ട്, ഇല്ലേ? മനസ്സിൻ്റെ ആ അറിവ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നിടം മുതലാണ് നിങ്ങൾ ജീവിതത്തിൽ ലഹരിയുടെ പുതിയൊരു മുഖം കണ്ടെത്തുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ നോവുന്ന ഒരു മനുഷ്യൻ്റെ മുതുകത്തർപ്പിക്കുന്ന നിങ്ങളുടെ കൈത്തലത്തിലോ, കരയുന്ന ഒരുവൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ഉയർത്തുന്ന നിങ്ങളുടെ തൂവിരൽ തുമ്പിൻ്റെ മുനയിലോ നിങ്ങളുടെ ആ ലഹരിയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്വയം വിമലീകരിച്ച് ചിന്തിക്കണം, മറ്റുള്ളവർക്കും കൂടി വേണ്ടി. പല കാരണവശാലും നമ്മളെ ലഹരിയിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങളിൽ ചിലത്, അപകടകരമായ ഘടകങ്ങളിൽ ചിലതിൽ ആദ്യത്തെ കാരണം എന്താ? ഈ സാധനം തന്നെ. ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമോദ്, ഞാനൊരു പ്രോഗ്രാമിലാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ അപകടം. പ്രമോദല്ല, ഫോൺ. ഇവിടെ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ SKNന്റെ യാത്ര കഴിഞ്ഞപ്പോൾ ഒരുപാട് റിഫ്ലക്ഷൻ ഉണ്ടായി, തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു റാവുത്തർ, അല്ലേ? ഈ സദസ്സിൽ ഒരുപക്ഷെ ഞാൻ ഈ പോഡിയത്തിലിരിക്കുന്ന ആളുകളുടെ ചില അഭിപ്രായങ്ങളോട് കടുത്ത വിയോജിപ്പുള്ളവരാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ തലമുറ അല്ലെങ്കിൽ മുതിർന്ന ഇവരുടെയൊക്കെ തലമുറ കുറച്ചുകൂടി ഭേദമായിരുന്നു, പുതിയ തലമുറ പ്രശ്നങ്ങളുണ്ട് എന്ന അഭിപ്രായത്തോട് ഒരു തരത്തിലും യോജിക്കാൻ മനസ്സുള്ള ഒരാളല്ല ഞാൻ. അല്ല, കൈയടിക്കാൻ വരട്ടെ. ഞാൻ നിരന്തരമായി പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഇടപെടുന്നത് കൊണ്ടാകാം, അറിവിനായാലും ചിന്തയിലായാലും ക്രിയാത്മകമായ പ്രതികരണത്തിലായാലും സഡൻ റെസ്പോൺസ്, ദ്രുത പ്രതികരണത്തിലായാലും ഒക്കെ ഇന്നത്തെ തലമുറ വളരെ മുകളിലാണ്. പക്ഷെ പല ആളുകളും പറയാറുണ്ട് മക്കളോട്, എടാ ഞാനൊക്കെ പഠിക്കുമ്പോൾ തമ്പാനൂർ ബസ് കാത്തു നിന്ന് ബസ്സിലിറങ്ങി കേശവദാസപുരത്ത് ഇറങ്ങി അവിടെ നിന്ന് മാക്കെന്നെ നടന്ന് മാരവാന്യൂസ് കോളേജിൽ എത്തി ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് അവസാനം 2 പൊറോട്ടയും ഗ്രേവിയും വാങ്ങിച്ച് ഞങ്ങൾ 3 പേര് കഴിച്ചിട്ടൊക്കെയാണ് വളർന്നത്. നിനക്കിവിടുന്ന് കാറിൽ നീ ഡ്രൈവ് ചെയ്ത് ക്യാമ്പസിൽ പോകുന്നു, നീ എപ്പോൾ പോകുന്നതെന്നറിയില്ല, എപ്പോൾ വരുന്നു എന്നറിയില്ല. അവസാനം സാറ് വിളിച്ച് കണ്ടൊണേഷൻ അടയ്ക്കണമെന്ന് പറയുമ്പോഴാണ് നീ കോളേജിലേ പോകാറില്ലെന്ന് നമ്മൾ അറിയുന്നത്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സംഗതിയൊക്കെ ശരിയാണ്. നിങ്ങളിൽ പലർക്കും ഉള്ള പോലെ വാഹനങ്ങളോ വില കൂടിയ വസ്ത്രങ്ങളോ മാളുകളോ OTT പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ റിക്ലൈനർ സീറ്റുള്ള തിയേറ്ററുകളോ മികച്ച ഭക്ഷണശാലകളോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കാൾ കേമരാണെന്ന അഭിപ്രായമില്ല. കാരണം നിങ്ങൾക്കില്ലാത്ത ഒന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആ അർത്ഥത്തിൽ നിങ്ങൾ വികലാംഗരായ തലമുറയാണ്. നിങ്ങളുടെ ആ വികലാംഗത്വമാണ് ഞങ്ങളുടെ മേൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശക്തിയും. കാരണം
നിങ്ങൾക്കുള്ള ഈ വൈകല്യം, ഈ വികലാംഗത്വം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പിഴച്ചുപോയേനെ ഞങ്ങളുടെ തലമുറ. നിങ്ങൾക്കുള്ള ആ നഷ്ടം, നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന ആ ഒന്ന്, നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെട്ട ആ ആനുകൂല്യം, അത് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ തലമുറ കൂടുതൽ അക്രമ സ്വഭാവങ്ങളിലേക്ക്, ഗാർഹിക അക്രമങ്ങളിലേക്ക്, ലഹരി ദുരുപയോഗങ്ങളിലേക്ക്, നിയന്ത്രിതമല്ലാത്ത അരാജക ചിന്തകളിലേക്ക് വഴുതി വീഴുന്നു എന്ന അഭിപ്രായമുള്ള ഈ സമൂഹത്തിലെ ഏത് മുതിർന്നവരോടും ഞാൻ കൃത്യമായി പറയട്ടെ, നമുക്കൊക്കെ കിട്ടിയിരുന്ന ഒന്ന് ഇവർക്ക് നിഷേധിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ. അതൊന്നും അല്ല ഡ്രിഫ്റ്റ്. ലോകം കൃത്യമായി രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു ഡ്രിഫ്റ്റ് ഉണ്ട്. അത് മാർട്ടിൻ കുയിപ്പർ എന്ന മനുഷ്യൻ്റെ ഭീകര കണ്ടുപിടുത്തത്തിന് ശേഷമാണ്. മാർട്ടിൻ കുയിപ്പറാണ് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. മൊബൈൽ ഫോണിന് മുൻപുള്ള ലോകവും മൊബൈൽ ഫോണിന് പിൻപുള്ള ലോകവും എന്ന് ലോകം രണ്ടായി വേർതിരിക്കപ്പെട്ടു. നമ്മളൊക്കെ മൊബൈൽ ഫോണിന് മുൻപുള്ള ബാല്യമാണ്. ഒരു വീടിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് പലപ്പോഴും അത്താഴമേശയാണ്, ഡൈനിങ് ടേബിളാണ്. ഒരുമിച്ച് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന അത്താഴ നേരങ്ങൾ. മക്കളുടെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു, കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു, അവർക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് അറിഞ്ഞ് പ്രശംസിക്കുന്നു, കുറഞ്ഞ മാർക്കിനെ കുറിച്ച് അറിഞ്ഞ് വഴക്ക് പറയുന്നു, അവരുടെ ചില സന്തോഷങ്ങളിൽ അഭിരമിക്കുന്നു, അവരുടെ ചില സങ്കടങ്ങളിൽ ആ പോട്ടെ എന്ന് ആശ്വസിപ്പിക്കുന്നു, തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരനെ കുറിച്ച് ആക്ഷേപം പറയുന്നു, പരദൂഷണം പറയുന്നു. മക്കൾ കാണാതെ എന്ന ഭാവത്തിൽ അച്ഛൻ ഒരുള്ള ചോറുരുട്ടി അമ്മയുടെ ചുണ്ടിലേക്ക് പ്രണയത്തോടെ കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അത്താഴങ്ങളിൽ. അപ്പം ഇന്ന് ഡൈനിങ് ടേബിൾ ഇല്ലേ? അത്താഴമില്ലേ? ഉണ്ട്. ഇന്നും അത്താഴമുണ്ട്, അത്താഴ വൈകുന്നേരങ്ങളും ഉണ്ട്. ഒരുപക്ഷെ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ടാകാം. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആരൊക്കെ ഒപ്പമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. കാരണം ഇതാണല്ലോ, കൈ മുഴുവൻ ഒരു കുത്തു മൊബൈൽ ഫോണിലും യാന്ത്രികമായി ആഹാരം വായിലേക്ക് പോവുകയും ചെയ്യുന്നു. മുഖങ്ങൾ തമ്മിൽ കാണാറില്ല, മുഖപുസ്തകത്തിലൂടെയാണ് കാണുന്നത്. മുകളിലത്തെ നിലയിലിരിക്കുന്ന മകൻ താഴത്തെ നിലയിലെ മുറിയിൽ ഉറങ്ങുന്ന അച്ഛൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വെരി ഗുഡ് എന്ന കമൻ്റ് ഇടുന്നതാണ് സത്യം. ചിരിക്കാനല്ല പറഞ്ഞത്. എൻ്റെ മോൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ നോക്കിയപ്പോൾ പുതിയൊരു കമൻറ്റ് നോക്കിയപ്പോൾ മോളിൽ നിന്ന് മോനിട്ട കമൻറ്റാണ്, വെരി ഗുഡ് അച്ഛ. അല്ല, അവൻ യുവാനിസിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് നിഷേധിക്കുന്നത് നമ്മുടെ സമയമാണ്. പഴയകാലത്ത് അച്ഛനമ്മമാരിൽ നിന്ന് മക്കൾക്ക് സമയം കിട്ടിയിരുന്നു, ഒപ്പം ചിരിക്കാൻ, കളിക്കാൻ, സംസാരിക്കാൻ, വഴക്കു പറയാൻ, തല്ലുകൂടാൻ. ഇന്ന് സമയമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ അവരുടെ മൊബൈൽ ഫോണുകൾ, നവമാധ്യമങ്ങൾ, വാട്സപ്പ് അടക്കമുള്ളവ മക്കൾക്ക് വേണ്ടി എല്ലാ രാത്രികളിലും 2 മണിക്കൂർ നേരം ഒഴിവാക്കി വയ്ക്കുമെന്നും മൊബൈൽ ഫോണിലെ ആ 2 മണിക്കൂർ നേരം മക്കളോടൊപ്പം ചിലവഴിക്കുമെന്ന് അച്ഛനെ വിടുവോ അമ്മമാർ തീരുമാനിച്ചാൽ അവസാനിക്കുന്നതേ ഉള്ളൂ നമ്മുടെ തലമുറയുടെ അപകടകരമായ ഏത് അരാജക ബോധവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അച്ഛനും അമ്മയും ലഭ്യമല്ലാതെ വരുമ്പോൾ, അവരുടെ സമയം കിട്ടാതെ വരുമ്പോൾ അപഹരിക്കുന്ന സമയങ്ങളിൽ ആവിർഭവിക്കുന്ന ചിന്തകളിൽ നിന്നാണ് ഏത് അപകടകരമായ ലഹരിയും ഉണരുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മനസ്സിലുമുണ്ട് പ്രശ്നം. ഇന്നത്തെ തലമുറയ്ക്ക് വേറൊരു കുഴപ്പമുണ്ടെന്ന് പറയാതെ വയ്യ, അത് അപകടപ്പെടുത്തുന്നു വല്ലാതെ. ഏത് അപകടകരമായ വിപത്തിലേക്കും, അത് ലഹരിയല്ല, ഏത് പരാജയത്തിലേക്കും നമ്മൾ വഴുതി വീഴുന്നതിന് പിന്നിലുള്ള പ്രധാനമായ ഒരു കാരണം നമ്മളിൽ തന്നെയുള്ള ഒരു മെൻ്റൽ പോയിസണാണ്. ആ മെൻ്റൽ പോയിസൻ്റെ പേര് പ്രിജുഡിസ് അല്ലെങ്കിൽ പ്രീ കൺസീവ്ഡ് നോഷൻ എന്നാണ്. പ്രിജുഡിസ്, ഇംഗ്ലീഷിൽ പ്രിജുഡിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ എന്താ? മുൻധാരണ, മുൻവിധി. ഈ മുൻധാരണ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അമ്പെ പരാജയപ്പെടും, അപകടങ്ങളിലേക്ക് പോകും, തോറ്റുപോകുമെന്നേ ജീവിതത്തിൽ. മുൻധാരണയാണ് നിങ്ങളെ തോൽപ്പിക്കുന്ന പ്രധാന ഘടകമെന്ന് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ? തെളിയിക്കണ്ടേ? വേണോ വേണ്ടേ? ഉറക്കെ പറയുന്നേ. തെളിയിച്ച കാശ് തരുമോ? ബെസ്റ്റ്. ക്ലാപ്പ് തരുമോ?
എവിടെ? ഇവിടെ അല്ല, താഴെ റോഡിൽ കേൾക്കോ? അതവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ജനറൽ നോളജൊക്കെ എങ്ങനെയുണ്ട്? മോശ ഡേയ് മോനെ ഇഞ്ഞു വാ. നിന്റെ ജനറൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.